ഒരു സുപ്രധാന വാർത്ത പശ്ചിമ ബംഗാളിൽ നിന്ന് എത്തുന്നു. ഇന്നലെ മുതൽ പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, കേന്ദ്രസേന എത്തും. കാരണം സന്ദേശ് ഖാലിയിൽ കാലങ്ങളായി പീഡിപ്പിക്കപ്പെട്ടിരുന്ന സ്ത്രീകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം കഴിഞ്ഞ 2 ആഴ്ചയിലേറെ കാലമായി സന്ദേശ് ഖാലിയിലും മറ്റിടങ്ങളിലുമൊക്കെ വ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ഇതിലെ പ്രധാന പ്രതിയായ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവും മമതയുടെ വലങ്കയുമായ ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രക്ഷോഭമാണ് നടന്നിരുന്നത്. പക്ഷേ ആ പ്രക്ഷോഭത്തിന് മമത ചെവി കൊടുത്തില്ല എന്ന് മാത്രമല്ല, നിഷ്കരണം ഈ സമരക്കാരായ സ്ത്രീകളെ വലിച്ചഴച്ച് മർദ്ദിക്കുന്ന അനവധി ദൃശ്യങ്ങൾ ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു വാർത്ത ഈ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ വാർത്തകൾ എല്ലാ ദിവസവും ചെയ്യുന്നത്. ഇതുവരെ ഞങ്ങൾ അതിനെ ഫോളോ അപ്പ് ചെയ്തിരുന്നു. ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ED പറഞ്ഞിരുന്നു ഷാജഹാൻ ഷെയ്ഖിനെ തങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. കേന്ദ്രസേന എത്തുന്നതിന് മുമ്പ് തന്നെ മമത ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ ഷാജഹാൻ ഷെയ്ഖിൻ്റെ സഹായി അജിത് മെയ്ദിയെ മമത അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് വലിയ ഒരു ബിഗ് ബ്രേക്കിംഗ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇന്നലെ BJPയുടെ നേതാവ് നിഷീത് പ്രമാണിക് പറഞ്ഞിരുന്നു, മണിക്കൂറുകൾക്കകം കേന്ദ്രസേന എത്തും, പൊക്കിക്കൊണ്ട് പോവുക തന്നെ ചെയ്യുമെന്ന്. ഏതായാലും ആ ഒരു മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെയാണ് മമതയുടെ പുതിയ നീക്കം. ഇപ്പോൾ തന്നെ ഈ ഫർഗാന 24 നോർത്തിലും ഈസ്റ്റിലും ഒക്കെ തന്നെ 2 ജില്ലകളിൽ വലിയ പ്രക്ഷോഭമാണ് സ്ത്രീകൾ നടത്തിയിരിക്കുന്നത്. കാരണം അവരെ കാലങ്ങളായി ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും അവരുടെ ഭൂമി തട്ടിയെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ വീടുകളൊക്കെ ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനക്കൂട്ടം അഗ്നിക്കിരയാക്കിയിരുന്നു. എന്തിനേറെ പറയുന്നു, കോൺഗ്രസിനും CPM-നും BJPയുടെയും ഒക്കെ നേതാക്കൾക്ക് പോലും കടന്നു ചെന്ന് ഈ സ്ത്രീകളോട് സംസാരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്കായിരുന്നു കാര്യങ്ങൾ പോയത്. അതായത് ക്രമസമാധാന നില തകർന്നു എന്ന് മാത്രമല്ല, സ്ത്രീകളുടെ മാനത്തിന് പോലും വില പറയുന്ന മമതാ സർക്കാരിന് ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം കേന്ദ്രസേന ഏത് നിമിഷവും എത്തും. ED കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, അറസ്റ്റ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ തങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റു സേനകൾ എത്തുകയോ ഈ ഷാജഹാൻ ഷെയ്ഖിനെ പൊക്കിക്കൊണ്ടുപോവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ. ഏതായാലും ഈ അറസ്റ്റ് കൊണ്ട് കാര്യങ്ങൾ ഇവിടെ അവസാനിക്കില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.